Hello guys, it's me. Welcome back to our channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ലോഗാണ്. മോൻ സ്കൂളിൽ പോകുന്നതും അവന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കുന്ന ഫുഡിൻ്റെ വീഡിയോ. ഇപ്പോൾ സമയം രാവിലെ 7:30 മണിയാണ്. ആൾ നല്ല ഉറക്കമാണ്. അപ്പോൾ ആ സമയം കൊണ്ട് വേണം നമുക്കെല്ലാം ചെയ്യാൻ. ഇന്ന് അവന് ഈവനിങ് സ്നാക്സായിട്ട് ബ്രെഡ് പൊടിച്ചതാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു 2-3 ബ്രെഡ് എടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ നല്ലതായിട്ട് സ്ലൈസ് ചെയ്ത് ഇതുപോലെ ക്യൂബായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക, എണ്ണ ഒഴിക്കുക. പിന്നെ ചീനച്ചട്ടിയുടെ കളറ് കുറ്റം പറയാൻ ആരും വരണ്ട, ഇതിങ്ങനെ തന്നെയാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും ഓരോ ക്യൂബ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, നല്ല ബ്രൗണിഷ് കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടേണ്ടത്. അതിന് ശേഷം ഞാൻ അവൻ്റെ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ച് വെച്ചു. പിന്നെ അവനിപ്പോൾ ഉണ്ടാക്കിയ ബ്രെഡിൻ്റെ ആ ഒരു റസ്ക് പോലെ ഇരിക്കുന്ന സംഭവം നല്ല ക്രിസ്പി ആയിട്ട്, അപ്പോൾ അത് എടുത്ത് അവൻ്റെ സ്നാക്സ് ബോക്സിൽ വെച്ചു. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മുടെ കെച്ചപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ബോട്ടിൽ കെച്ചപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത് നമുക്ക് ഉണ്ടാക്കേണ്ടത് രാവിലത്തെ സ്നാക്സിനുള്ള ദോശയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അടുത്ത് ആ സമയം കൊണ്ട് മോൻ എഴുന്നേറ്റ് വന്നിട്ട് രാവിലെ ഉണർത്തി 8:15 ബസ് വരും. അപ്പോൾ അതിൻ്റെ സങ്കടമാണ്, ഉറങ്ങാൻ സമ്മതിക്കാത്തതുകൊണ്ട്. ഫുഡാണ് ദോശ. പക്ഷെ അവനാണെങ്കിൽ പഞ്ചസാര ഇട്ടല്ലാതെ കഴിക്കത്തില്ല. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ഓംലേറ്റും ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഒരു ദോശയും കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ദോശയുടെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, ഞാൻ മറന്നു. കാരണം പോകാനുള്ള ധൃതിയിൽ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ദോശയും ഒരു ചെറിയൊരു ഓംലേറ്റുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് അവൻ്റെ ലഞ്ച് ബാഗിനകത്താക്കി, ഇത് അവൻ്റെ സ്നാക്സ് ബാഗ്, നമുക്ക് ഇതിനകത്തോട്ട് എല്ലാം പാക്ക് ചെയ്യാം കേട്ടോ. പാക്ക് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ അവൻ്റെ സ്നാക്സ് എല്ലാം ബാഗിലാക്കി. അവൻ്റെ യൂണിഫോം കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവൻ റെഡിയായി. ഞങ്ങളുടെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ റെഡിയായി, സ്കൂളിൽ പോകാൻ. അല്ലേ പാപ്പി? യെസ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോവാണേ. ഞങ്ങൾ പോകുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് അവൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്, അവൻ്റെ ബെൽറ്റൊക്കെ അവൻ പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ സ്കൂളിലോട്ട് പോവാണ്. ഉണ്ടോ അവൻ്റെ ബാഗ്, LKG സ്റ്റുഡൻറ്റിൻ്റെ ബാഗിൻ്റെ വെയിറ്റ് ഉണ്ടോ? ഒന്നുമില്ല കേട്ടോ, 2-3 ടെസ്റ്റ് വരുന്ന ഓട്ടേ ഉള്ളൂ. പിന്നെ സ്നാക്സ് ബാഗ് അതിനകത്ത് വെച്ചു, ഇല്ലെങ്കിൽ അവൻ കൊണ്ട് കളഞ്ഞിട്ട് വരും. അവനാണെങ്കിൽ ശ്രദ്ധിക്കത്തേയില്ല. ടീച്ചർ എന്താ ബാഗ് എടുത്ത് വെച്ചാലും അതെല്ലാം തിരിച്ചെടുത്ത് വയ്ക്കും. ഇന്ന് രാവിലെ ആൾ മൂടത്തായതുകൊണ്ട് നടന്നാണ് എല്ലാം പോകുന്നത്. പക്ഷേ ഇന്ന് ഞാൻ എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് വഴിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ റോഡ് പണിക്ക് വേണ്ടിയിട്ടേ എല്ലാം പൊളിച്ചുറക്കിയിട്ടേക്കോ. അപ്പോൾ ഇനി ഞങ്ങളുടെ ഒരു ആൻറ്റിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവനെയും കൊണ്ട് മഴയാണെങ്കിൽ നനയും മൊത്തത്തിൽ. നടക്കും, ഒക്കത്ത് കയറിയിരിക്കും, നടക്കുന്നേ ഇല്ല. അത് വേറെ ഒന്നുമില്ല, രാവിലെ വിളിച്ചുണർത്തതിൻ്റെ ദേഷ്യമാണ്. സുഖമായിട്ട് കിടന്നു. ഏകദേശം 9-11 ദിവസം വീട്ടിലുണ്ടായിരുന്നു പനിയായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് മാറി സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ എഴുതണമല്ലോ, മടിയൻ. അപ്പോൾ അവൻ്റെ സ്കൂൾ ബസ്സാണ് കേട്ടോ വരുന്നത്. ക്യാമറയൊക്കെ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഒരു കല്ലിലൊക്കെ ചരിയൊക്കെ വെച്ചു, കാരണം കിട്ടുമില്ലയെന്ന് അറിയത്തില്ല. അപ്പോൾ ബസ് കണ്ട ആൾ ഫുൾ ഹാപ്പിയാണ്. അപ്പോൾ ഒരുമ്മയൊക്കെ തന്നു. അങ്ങനെ ആൾ പോയി. ഇനി ഞാനൊരു 3:30 വരെ വെയിറ്റ് ചെയ്യണം ആളെ കാണാൻ വേണ്ടി. ഇനി നമുക്കേ അടുത്തൊരു നല്ലൊരു കിടക്കാച്ചി ഒരു വ്ലോഗ് ഇനി എന്തായാലും എന്നെക്കൊണ്ട് ആവുന്ന വിധത്തിൽ വീഡിയോസ് പരമാവധി ഞാൻ ഇടാൻ ശ്രമിക്കും. ഇത്രയും ദിവസം ഞാൻ കൊടുക്കും. അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണുന്നവരേക്കും ബൈ.